മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് തൃശൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ. ദേശീയ രാഷ്ട്രീയമാണ് ചർച്ചയാകുന്നത് എന്നും എതിർ സ്ഥാനാർത്ഥികളെ വിലകുറച്ച് കാണുന്നില്ല എന്നും ടി.എൻ. പ്രതാപൻ ന്യൂസ് 18നോട് പറഞ്ഞു. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടി.എൻ. പ്രതാപൻ നമ്മോടൊപ്പം ചേരുകയാണ്. പാർട്ടി നൽകിയ അംഗീകാരമായിട്ടാണോ കാണുന്നത്? ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നു? തീർച്ചയായിട്ടും ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു സ്ഥാനത്ത് പ്രതീക്ഷിച്ച ആളല്ല. ഇത് പാർട്ടി എനിക്ക് നൽകിയ ഒരു വലിയ ഗിഫ്റ്റാണ്. കാരണം ഞാൻ വളരെ സാധാരണക്കാരനായ ഒരാളാണ്, വളരെ സാധാരണക്കാരനായ ഒരാളാണ്. വളരെ താഴെ ലെവലിൽ നിന്ന് വന്നതാണ്. അത് വ്യക്തിജീവിതമായാലും കുടുംബജീവിതമായാലും അങ്ങനെ വന്ന ആളാണ്. ഞാൻ ബൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു, KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റും സ്കൂൾ ലീഡറും അങ്ങനെയൊക്കെ ആയിട്ട് വന്ന് താഴെ നിന്ന് വന്ന ഒരാളാണ്. എന്തൊക്കെ അനുകൂല ഘടകങ്ങളാണ് ഇപ്പോൾ നിലവിൽ ഈ മണ്ഡലത്തിൽ UDFനുള്ളത്? ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിനെ സ്നേഹിക്കുന്നൊരു ജനതയാണ് തൃശ്ശൂർ ജനത. ഭയങ്കര സെക്കുലറാണ് തൃശ്ശൂരിലെ ജനങ്ങൾ. അതുകൊണ്ട് അവർക്ക് ദേശീയ തലത്തിൽ ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അതിനനുകൂലമായ ഒരു പിന്തുണ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ജനിച്ച മണ്ണിൽ ജീവിച്ച മണ്ണിൽ ഞാനൊരു സ്കൂൾ കുട്ടിയായി നിക്കറിട്ട് നടക്കുന്ന കാലം മുതൽ എൻ്റെ എല്ലാ ദൗർബല്യങ്ങളും എല്ലാ പോരായ്മകളും അറിയുന്ന ഒരു ജനതയാണ് തൃശ്ശൂരിലെ ജനത. അതുകൊണ്ട് ഒരു ജനപ്രതിയായാൽ അവർക്ക് എന്നിൽ നിന്ന് എന്ത് കിട്ടും എന്നവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും കെ സുരേന്ദ്രൻ അല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി, ഇപ്പോൾ രാജാജി മാത്യൂസിനെ CPI പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എതിർ സ്ഥാനാർത്ഥികളെ ഏത് രീതിയിലാണ് കാണുന്നത്? എനിക്ക് അവരോടൊക്കെ വലിയ ബഹുമാനമാണ്. അവരൊക്കെ നല്ല സ്ഥാനാർത്ഥികളാണ്. വളരെയധികം നന്ദി ന്യൂസ് 18നോട് ഈ അവസരത്തിൽ സംസാരിച്ചതിന്. വളരെയധികം ശുഭപ്രതീക്ഷയുണ്ട്. വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയം നേടും എന്നാണ് ഇപ്പോൾ ടി.എൻ. പ്രതാപൻ നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ നിതിനോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18 തൃശൂർ.